പോയി എൻ്റെ പൊന്നെ. അയ്യോ മയിൽ ഒറ്റയ്ക്ക് പെട്ടല്ലോ ഇവിടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജിക്ക വ്ളോഗ്സ്. അപ്പം എങ്ങനെയാ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അജിക്ക വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ലോങ് റൈഡാണ്. വേറെ എവിടെ ഇല്ല, നമ്മുടെ മൂന്നാറുള്ള ബൈസൺ വാലിയിലോട്ടാണ് പോണേ. കാരണം വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ജോബ് റിസൈൻ ചെയ്തു. കാരണം വെച്ചാൽ വർക്ക് പ്രഷർ കാരണം ഒന്ന് സമാധാനം വേണം. ജോലി മാത്രം കണ്ട് കാര്യമല്ലോ. കാണാനുള്ള കാണാനും തിന്നാതെ കണ്ടു തീർക്കാനുള്ള മനുഷ്യനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സമാധാനമായിട്ട് 2 ദിവസം ബൈസൺ വാലിയിൽ മധുച്ചേട്ടൻ്റെ പ്രോപ്പർട്ടിയിൽ അടിച്ച് പൊളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും, പിന്നെ നമ്മുടെ എക്സ്പ്രസ് 210 എടുത്തിട്ട് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചുള്ള റൈഡ് റിവ്യൂ ആണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ റൂട്ട് എന്ന് വെച്ചാൽ തൊടുപുഴ, മൂവാറ്റുപുഴ കൂടിയിട്ട് നേരെ നമ്മൾ മൂന്നാർ ഒറ്റ സ്ട്രെച്ച് ബൈസൺ വാലി. അപ്പോൾ ഏകദേശം ഞാൻ കൊച്ചിയിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5:40 ആയിട്ട് ഇറങ്ങി. പിന്നെ ടീ ഒക്കെ കുടിച്ച്, പിന്നെ വരുന്ന വഴിക്ക് ഹെവി മഴയായിരുന്നു, നല്ല മഴ കിട്ടിയിട്ടുണ്ട്. സോ ഒരു മിനിമം സ്പീഡൊക്കെ പിടിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മളിതിൽ ടോപ്പ് എൻഡ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എത്ര മൈലേജ് കപ്പാസിറ്റി നോക്കുന്നുണ്ട്. പിന്നെ ടൂറിങ്ങിന്, പിന്നെ ഇത് ഏതൊക്കെ ജനറേഷന് കൊള്ളാം, എന്തൊക്കെയുണ്ട് കമ്പാരിസൺ. അപ്പോൾ ഒരു ലോങ് റൈഡ് റിവ്യൂവും അതുകൂടാതെ നമുക്ക് ബൈസൺ വാലിയുടെ കുറച്ച് കാഴ്ചകളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടുള്ളൂ. സൂര്യൻ ഉദിച്ച് ഏകദേശം 6:43 ആയിട്ടുണ്ട്. നമുക്കിനി ഏകദേശം 60 കിലോമീറ്റർ കവർ ചെയ്യാണ്ട് കേട്ടോ. 60 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് വലിയ സ്പീഡ് നിൽക്കാത്തതുകൊണ്ട് വല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് വ്യൂ ഒക്കെ ഇതിന് പോകാൻ എന്തായാലും. പിന്നെ ഈ എക്സ്പൾസിൻ്റെ ഞാൻ ഓൾറെഡി 2500 കിലോമീറ്റർ ഓണർഷിപ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീട്ടിൽ കാണുന്നുണ്ടാവാം. അപ്പോൾ ഇതോട്ട് ഉദ്ദേശിച്ചത് ലോങ് ടൂറിംഗ് ആണ്. എക്സ്പൾസ് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും, എടുക്കേണ്ട പർപ്പസ് എന്താണ്, ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്, അതൊക്കെയുള്ള ഒരു ടോട്ടൽ കമ്പാരിസണും, പിന്നെ എല്ലാ പിക്ചറിലും ട്രാവൽ വ്ളോഗും എല്ലാം കൂടി പിക്ചറിൽ വ്ളോഗായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിൽ കൂടുതൽ ആൾക്കാരും വ്യൂ കാണുന്നുണ്ടെങ്കിലും ഇതിൽ 90% പേരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ചാനലിൽ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. പക്ഷേ എല്ലാവരും ഒരു കമൻറ്റ് വെച്ചെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ കഴിച്ച് വരുന്ന വഴിക്ക് വേണ്ടി പിള്ളേരെ ചെക്കന്മാർ. നിങ്ങൾ എവിടെ, നാട്ടിലെവിടെയാ? എവിടുന്നാ? ആലുവ എന്നാണ്. ആ, ഞങ്ങൾ കൊച്ചിയിൽ നിന്നല്ലേ. ആ, ഞാൻ പള്ളിയെടുത്ത് തോപ്പുംപടി. ശരി. നിങ്ങളപ്പോൾ എങ്ങോട്ടാ? ഞാൻ ബൈസൺ വാലി. പ്രോപ്പർട്ടി ഉണ്ട് അവിടെ കൂട്ടാൻ്റെ. അപ്പം അങ്ങോട്ട് പോയിട്ട് കഴിക്കണം. കുറച്ച് വണ്ടി പോക്കടാ. ഇതിപ്പോൾ എക്സ്പൾസിൻ്റെ ഇതായാലോ, റിവ്യൂ എടുക്കാലോ. ഇത് 2 എക്സ്പൾസായി. പിന്നെ 210 എടുക്കാണ്ട് എന്താ കേട്ടോ. എടാ, വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് റൈഡാണോ? അപ്പോൾ നീ 210 എടുക്കാണ്ട് എന്തുകൊണ്ട് 4 എടുത്തു? 210 എടുക്കാണ്ട് എന്താ എടുത്തത്? ഏടുത്തണ്ട് ഉണ്ട് എനിക്കൊരു ഫോട്ടോ. ആ പറയും. ഹായ്, ഓക്കെ. ആണ്ട്രാ അജിക്ക വ്ളോഗ്സ്, അജൂക്ക, AJUKK, അജൂക്ക വ്ളോഗ്സ്. ഓക്കെ.
അപ്പോൾ അത് ചെക്കന്മാർ സംസാരിച്ചിട്ട് എന്തായാലും പോയി. അവൻ 204 എടുത്താട്ടോ, 210 എടുത്തില്ല. ഇതവണ GST പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്, ഏകദേശം ഒരു 15,000 റുപ്പീസ് പ്രൈസ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ 4 ചൂസ് ചെയ്ത്. കാരണം അവന് സസ്പെൻഷൻ ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് 210 ടൂറിങ് താല്പര്യം ചെക്കൻ പിടിക്കണ്ട. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനിടയിൽ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം 125 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഒറ്റ സ്ട്രെച്ചിന് പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു 200 കിലോമീറ്ററൊക്കെ നമുക്ക് ഓടിക്കാം. പിന്നെ പില്ലെ വെച്ച് പോവുകയാണെങ്കിൽ ഈ സീറ്റ് ഓക്കെയാണ്. സോളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ റാലി സീറ്റ് വെച്ചാൽ മതി. റാലി ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നമുക്ക് സുഖമായിരിക്കും. ബാക്കിൽ റാലി സീറ്റ് ഇല്ല നടക്കൂല. പിന്നെ വണ്ടി ഓടിക്കാൻ ജാതി രസമായിട്ടുണ്ട് കേട്ടോ. അതായത് വലിപ്പിക്കലോ കാര്യമൊന്നുമില്ല. വണ്ടി റിലാക്സ് ആയിട്ട് കൂളായിട്ട് കാമായിട്ട് വണ്ടി കയറി പോകും. ഞാനിപ്പോൾ ഒരു അധികം RPM പിടിക്കാണ്ട് പയ്യെ പോണ നല്ല രസമായിട്ട് പോകുന്നുണ്ട് വണ്ടി. ഇനിയിപ്പോൾ നമ്മളെ 100-110 നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഓടുന്ന രീതിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരു കമ്പനി ഇപ്പം ഞാൻ കുറേ റീൽസിലും കുറേ യൂട്യൂബേഴ്സ് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. എൻജിൻ ലീക്ക്, ഓയിൽ ലീക്ക് വേണ്ടി, അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആണ്, അതാണ് മറ്റാണ് മറിച്ചാണ്, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. കജിത് അതിനെക്കുറിച്ച് അറിയാണ്ട് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് മാത്രം അടിച്ചിട്ടേ ഷോറൂമിൽ നിന്ന് വണ്ടി ഇങ്ങനെ മേടിക്കും. വണ്ടി ഓടിച്ചിട്ട് ട്രാഫിക് ഇട്ട് ഓടിച്ചിട്ട് പറയും അതാണ് ഇതാണെന്ന് കുറേ ഫേക്ക് റിവ്യൂസ്. അതൊക്കെ കണ്ടിട്ട് ആ റിവ്യൂസൊന്നും വീട് പെടാണ്ടിരിക്കുക. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റ് ഡ്രൈവ് കേട്ടോ. നമുക്ക് നേരെ പൈസമാരിക്ക് നമുക്ക് ഏകദേശം ഒരു 14 കിലോമീറ്റർ കൂടി നമുക്ക് കവർ ചെയ്യാണ്ട് 14 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ പൈസമാരിൽ എത്തും. അവിടെ നല്ലൊരു ഹെവി ഓഫ് റോഡ് ഉണ്ട്. അതിൻ്റെ വ്യൂ നമുക്ക് തരും. ഈ പാഡുള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ വിചാരിക്കട്ടോ. പിന്നെ ഫ്രണ്ടിൽ മറ്റേ മങ്കാടിൻ്റെ എക്സ്റ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് ചെളിയടിച്ചിട്ടുണ്ട്. എൻ്റെ റെയിൻ കോട്ട് വരെ ചെളിയടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് പ്രശ്നങ്ങളില്ലാത്ത വണ്ടികളില്ലല്ലോ. പ്രശ്നങ്ങളൊക്കെ നോക്കി അതിന് നേരം ഉണ്ടാവും. നിങ്ങൾക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ പൈസ വെച്ചാൽ നിങ്ങൾക്ക് KLX 230യുടെ 230 ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഓഫ് റോഡ് മാത്രമേ പറ്റുള്ളൂ. ലോങ് ടൂറിങ് നമുക്ക് നടക്കില്ല കേട്ടോ. അധികം കെടുത്താനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ കണ്ട് പള്ളളിയാ പകച്ചു പോയില്ല. സത്യമായിട്ട് പേടിച്ചു കേട്ടോ. ഇതിവിടെ മൺസുന്ദരമാണ് പറഞ്ഞാൽ മഴയൊക്കെ പൂത്തിട്ടുണ്ട്. മരങ്ങളൊക്കെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതിന് കഴിക്കണം നൈസായിട്ട്. നമുക്ക് കയറിപ്പോക്കോ തിരക്കുള്ള അപ്പോൾ നീ കയറി പോകണ്ടടാ. ഓണടിച്ച് കളിക്കും. ഞാൻ വരുന്ന വഴിക്ക് ടോപ്പൻ്റെ ഒക്കെ നോക്കിയായിരുന്നു. ഏകദേശം ഒരു 143 വരെ കേട്ടിട്ടുണ്ട്. 120 കഴിഞ്ഞാൽ ചെറിയ സ്ട്രെസ് വരയ്ക്ക് ഫീലായിട്ടുണ്ട്. പക്ഷെ ഒരു 120-130 നമുക്ക് ഈസിയായിട്ട് പോട്ടോ. പില്ലെ വെച്ചിട്ടൊക്കെ 130 പോവാം, കുഴപ്പമൊന്നുമില്ല. വണ്ടിയിൽ ഓടിക്കുന്ന രസമുണ്ട്. അങ്ങനെ ഇതങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ല. 150 കിലോമീറ്റർ ഈസി ആയിട്ട് പോകാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല. പില്ലെ വെച്ചിട്ടാലും വലിയ സീനൊന്നുമില്ല കേട്ടോ. പിന്നെ ബ്രേക്ക് എടുത്ത് പോകേണ്ടവർക്ക് ബ്രേക്ക് വേണം. ഞാൻ വിചാരിച്ചു ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പോവാം, ഇടയിൽ നിർത്തണ്ട, ഒറ്റ മൈൻഡിൽ പോകുന്നില്ലേ. അപ്പോൾ ഒറ്റ മൈൻഡ് തന്നെ ആയിട്ട് എന്ത് ചെയ്യണം, ഒറ്റ മൈൻഡിൽ നിർത്താണ്ട് ഒറ്റ മൈൻഡായിട്ട് അങ്ങനെ പോവാറില്ല. നേരെ പൈസമാരി പോവാം. മൗച്ചാണ്ട പ്രോപ്പർട്ടി അവിടെ വിൽസാറുണ്ട്. ഈ വിൽസാറിനെ മീറ്റ് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് നേരെ തിരിച്ച് പോരാം. ഇല്ലെങ്കിൽ അവിടെ നിൽക്കാം. അതൊന്നും പ്ലാനിങ്ങിലില്ല. പറഞ്ഞു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അടിപൊളിയുണ്ടാവും. വൈഫുമാരി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും 3-6 വട്ടോടെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ മാത്രം വൈഫുമാരി പോകുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് വൈഫുമാരി. അടിപൊളിയാണ്. വളരെ സൂപ്പർ റോഡാണ്. ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ വീതി കൂട്ടണോണ്ട് അത്യാവശ്യം പിടച്ച് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലൊരു കർവാണ്, നമുക്ക് ഈസിയായിട്ട് എടുക്കാം.
ഓട്ടക്കാരനെ കൂടെ കഥ ലാസ്റ്റ് നമുക്കുണ്ട്. നമുക്കൊക്കെ എന്ത് യൂട്ടാൻ നമ്മുടെ വണ്ടികളൊക്കെ കയറാനൊരു ടാസ്ക് ഒന്നുമില്ല. ഈസിയായിട്ട് കയറി ഇങ്ങനെ പൊക്കും, സൈഡിലൂടെ കയറി പൊക്കും, കുഴപ്പമൊന്നുമില്ല. രണ്ട് ടോറസ് ഉണ്ട്. ടോറസിന് മുമ്പിൽ വേറെ വണ്ടി ഉണ്ടോ? വേറെ വണ്ടി വരുമോ? വേറെ വണ്ടി വന്നു. ചേട്ടൻ കൈയിട്ടുകൊണ്ട് നമുക്ക് പയ്യപ്പോ വേണ്ട, റിസ്ക് എടുക്കണ്ട. എന്തിനാണ് ഇപ്പോൾ പച്ചയ്ക്ക് ഫ്രണ്ടിൽ വണ്ടി ഇറങ്ങുന്നത് ഇഷ്ടമല്ല വഴി. ഞാൻ കിടന്നോട്ടെ ചേട്ടാ. അപ്പാപ്പന അവിടെ നിൽക്കണ്ട. അപ്പാപ്പ എന്തോ കാണിക്കണ്ടല്ലോ. നമുക്ക് 21 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ചെറിയ വഴിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് കയറി വരുന്നുണ്ട്. ഞാന്ന് വെച്ചാലേ എനിക്ക് റെയിൻകോട്ട് ഇടാൻ ഇഷ്ടമല്ല സത്യം പറയാം. ഞാൻ അതുകൊണ്ട് അനന്തൂരിന്റെ റെയിൻകോട്ട് എടുത്തിട്ട് പോകുന്നു. ഇങ്ങനെ പാൻറ്റും ഒന്നും ജീൻസ് ഇട്ടിരുന്നു, റെയിൻകോട്ട് ഒന്നും ഇട്ടിട്ടില്ല. ഷെഡ് വരുന്നിരിക്കണം. അതുകൊണ്ട് റെയിൻകോട്ടിന്റെ കട്ടി ഏറ്റവും ദേഷ്യം സാധനം റെയിൻകോട്ട്. ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും, ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ റെയിൻകോട്ട് പ്രയോഗിച്ചിട്ടാണ്. റെയിൻകോട്ടിക്ക് വേണ്ട, ലൈക്ക്. അങ്ങനെ നമ്മൾ ആനച്ചാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനച്ചാലിൽ നിന്ന് ഏകദേശം 10 പട്ടി ഇങ്ങനെ പോകണം ചെറിഞ്ഞ്. ആനച്ചാലിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൈസമാലി കവർ ചെയ്യും. പിന്നെ ഇവിടുന്ന് ഒരു ചായ കുടിക്കണതുണ്ട്. അത് പോകണ വഴിക്ക് കുടിക്കാം ചായ. നിങ്ങൾക്കാണോ ചായ? ചൂടി ചായ, കാപ്പി കാപ്പി പടേ. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പരാതിയൊന്നുമില്ല. എന്നാലും ചെറിയ സങ്കടം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് കേട്ടോ. ഓട്ടക്കാരൻ പഠിച്ചുകൊണ്ട് ദിവസം ബ്രോഡിലാണോ മലയാളിയാ? പ്രോപ്പർട്ടിമാരും മധു ചേട്ടൻ്റെ മധു. ഞാൻ ഒരിടത്ത് വന്നോണ്ട് എനിക്ക് കൺഫ്യൂഷൻ. ഇവിടെ വീടുണ്ട് കൈസ്. അമ്മേ സോളോ ഒറ്റയ്ക്ക് ആരുണ്ട്? പാനുണ്ടാവോ? ഇവിടെ അത്യാവശ്യം ഹെവി ആണ് കേട്ടോ ഗൈസ്. കയറി പോവാൻ നോക്കാം. നമ്മളത് നമ്മുടെ ഏകദേശം ലൊക്കേഷനിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ഹെവി ഓഫ് റോഡ് ഉണ്ട്. കയറി കെട്ടിക്കഴിഞ്ഞാൽ സെറ്റായി. ഇവിടെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ജീപ്പ് കയറുന്ന വഴിയാണ്. പക്ഷെ പുല്ല് നല്ല അടിക്കുന്നുണ്ട്. ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് ആലോചിക്കണേ ഞാൻ. കല്ലും മുള്ളും മാവും മയില് ടാസ്കാലോ. പൂമ്പോ കോൺഫിഡൻസ് ഉണ്ടാക്കിയ പോലെ നടക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ. നീ ഇവിടെ നിന്ന് വളച്ച് പോവാ. നിന്നെ കൊണ്ട് പറ്റുമോ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ പൊക്കോ, പ്രശ്നമുണ്ട് പൊക്കോ. ഇതിലായിട്ട് പോവാ.
ഇങ്ങോട്ട് നോക്കാം. അപ്പുറത്ത് കൊക്കയാണ്. പയ്യെ പോവാ, പൊട്ടത്തിനൊന്നും കാണിക്കില്ല. ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ നമ്മളിനി സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ടോ. ഈ ഒരു അടുത്ത തിരി നമ്മൾ ഇടിഞ്ഞൊഴിഞ്ഞ് വീടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ബൈസൺ വാലി സെക്കൻഡ് എപ്പിസോഡ് ഈസ് കമ്മിങ് സൂൺ. സ്റ്റേ ട്യൂൺ. നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ സൈനിങ് ഓഫ് അജിക വ്ളോഗ്സ്.